എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗർഭകാലത്ത് സെക്സിൽ ഏർപ്പെടുന്നത് സുരക്ഷിതമാണോ? ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. പലർക്കുമുള്ള ഒരു സംശയമാണ് ഗർഭകാലത്ത് സെക്സിൽ ഏർപ്പെടാമോ എന്നത്. അതുപോലെ ഗർഭകാലത്ത് സെക്സിൽ ഏർപ്പെട്ടാൽ അബോർഷനുള്ള സാധ്യത കൂടുതലായിരിക്കുമോ എന്നൊക്കെ. എന്നാൽ പലർക്കും ഈ സംശയം തുറന്നു ചോദിക്കാൻ മടിയാണ്. കുഞ്ഞ് ജനിക്കുന്നതുവരെ സെക്സ് മാറ്റിവെക്കുന്ന ദമ്പതികളും നമുക്കിടയിലുണ്ട്. ഗർഭകാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സുരക്ഷിതമാണോ എന്ന് നമുക്ക് നോക്കാം. ശക്തമായ ഗർഭാശയ പേശികൾ, അമ്നിയോട്ടിക് ദ്രാവകം, സെർവിക്സിന് ചുറ്റുമുള്ള ഒരു മ്യൂക്കസ് പ്ലഗ് എന്നിവയാൽ സുരക്ഷിക്കപ്പെടുന്നതിനാൽ ഗർഭത്തിന്റെ ഒരു ഘട്ടത്തിലും ലൈംഗികത ഗർഭസ്ഥ ശിശുവിനെ ദോഷകരമായി ബാധിക്കുക ഇല്ല എന്ന് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത്. 9 മാസം നീണ്ടു നിൽക്കുന്ന പ്രസവയാത്രയിൽ സ്ത്രീകളുടെ ലൈംഗിക ആസക്തി വർദ്ധിച്ചേക്കാം. ഒപ്പം അടുത്തിടപഴകുന്നത് ആരോഗ്യപരമായ ചില ഗുണങ്ങൾ കൂടിയുണ്ട് കേട്ടോ. സങ്കീർണമായ ഗർഭാവസ്ഥയിൽ മാത്രം ഈ അവസ്ഥയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കുക. ഗർഭാവസ്ഥയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഗർഭമലസലിന് കാരണമാകില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഗർഭപിണ്ഡം സാധാരണയായി വികസിക്കാത്തതിനാലാണ് മിക്ക ഗർഭ അലസലുകളും സംഭവിക്കുന്നത്. ലൈംഗിക ബന്ധവും മാസം തികയാതെയുള്ള പ്രസവവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് നിരവധി പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. സെക്സ് മാസം തികയാതെയുള്ള പ്രസവത്തിലേക്ക് നയിക്കില്ല. എന്നാൽ ഗർഭകാലത്ത് ചില അവസ്ഥകളിൽ സെക്സ് ഒഴിവാക്കേണ്ടതായി വരുമെന്ന് വിദഗ്ധർ പറയുന്നു. നിരവധി തവണ ഗർഭമലസൽ സംഭവിച്ചവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. സെർവിക്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളവരും ഗർഭകാലത്ത് സെക്സിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുപോലെ തന്നെ സെക്സ് ആരോഗ്യത്തിന് പല ഗുണങ്ങളും നൽകുന്നുണ്ട്. സെക്സ് എന്നാൽ പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന ഒരു ശാരീരിക പ്രക്രിയ മാത്രമല്ല, ആരോഗ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നുകൂടിയാണ്. ആരോഗ്യത്തിന് മാത്രമല്ല, ശരീരത്തിന് കൂടി ഇത് ഗുണകരമാണ്. എന്നാൽ ഇന്ന് മിക്ക ദമ്പതികളും ലൈംഗികതയോട് താല്പര്യക്കുറവ് പ്രകടിപ്പിക്കുന്നതായാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സെക്സിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുമ്പോൾ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അതെ, നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ നിന്ന് ഒരു ഇടവേള എടുത്തതിന് ശേഷം യോനി കൂടുതൽ ഇറുകിയതായി തോന്നുന്നുവെങ്കിൽ അത് ടെൻഷനുമായോ ഉത്തേജനക്കുറവായോ ബന്ധപ്പെട്ടിരിക്കുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചല്ല, മറിച്ച് സുഖകരവും സുരക്ഷിതവുമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതാണ് പ്രധാനമെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. സ്ഥിരമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മെച്ചപ്പെട്ട രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനം, കുറഞ്ഞ രക്തസമ്മർദ്ദം, സമ്മർദ്ദത്തിന്റെ അളവ് കുറയുക, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുക എന്നിവ ഉൾപ്പെടെയുള്ള ധാരാളം ആരോഗ്യ ഗുണങ്ങൾ ഇവ നൽകുന്നുകൂടിയുണ്ട്.